സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. ബി ഫാഷൻ ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമെയ്ഡ്സ്, TP കോംപ്ലക്സ് നിയർ PK ഗോൾഡ്, പൂക്കോട്ടുംപാടം. അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ പുലിഭീതി പടർന്നതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫയുടെ അധ്യക്ഷതയിൽ ജനജാഗ്രതാ സമിതി വിളിച്ചു ചേർത്തു. വനം വകുപ്പ്, കൃഷി വകുപ്പ്, പോലീസ്, മൃഗസംരക്ഷണ വകുപ്പ്, വില്ലേജ് ഓഫീസ്, ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നത്. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ അമരമ്പലത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയ പുലിയെ പിടികൂടുന്നതിനാവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം പുലി സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കൂട് സ്ഥാപിക്കണമെന്നും ലൈവ് ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ ആവശ്യപ്പെട്ടു. ആശങ്ക എന്ന് പറഞ്ഞാൽ ഭീതിയിലാണ്. ആശങ്ക മാത്രമല്ല, ആളുകൾ മുഴുവൻ ഭീതിയിലാണ്. കാരണം ഇത് ഇറങ്ങിയത് ഒരു വനമേഖലയല്ല, നമ്മുടെ ജനവാസ മേഖലയിലാണ് ഈ പുലി ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം വഴിമൂച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗണിൽ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്ററിനുള്ളിൽ സ്ഥലമാണ്. അവിടെ ഇത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത് സത്യം പറഞ്ഞാൽ അതൊരു ഷോക്ക് പോലെ ഉണ്ട്. കാരണം അത് വനത്തിന് ചാരി നിൽക്കുന്ന സ്ഥലം പോലും അല്ല, അടുത്തടുത്ത് വീടുകൾ ഉള്ള സ്ഥലമാണ്. ഇനിയിപ്പോ അത് അവിടെ നിന്ന് അങ്ങോട്ട് പോയാലും ഒക്കെ സ്ഥിതി എന്താ വെച്ചാൽ പറക്കുന്ന മേഖലയിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ദിവസവും ഇതിനെ കാണുന്നത്. കാരണം ഇതിന് പോവാൻ ഒരു സ്ഥലമല്ല, ഒരു ഇതിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടം, അങ്ങനത്തെ തോട്ടങ്ങൾ മാത്രമാണ്. അവിടെയാണെങ്കിൽ കാട് കൂടി കിടക്കുന്നതുകൊണ്ട് വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ കാട് മൂടി കിടന്നുകൊണ്ട് അത് അവിടെ പതുങ്ങിയിരുന്ന് രാത്രിയാണ് ഇത് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിനെ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൊറോണ സമയത്തായിരുന്നു നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും നമ്മളൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വൈകുന്നേരം ആയാലും ആളുകളൊന്നും ഇപ്പൊ പുറത്തിറങ്ങണില്ല ഈ ഒരു ഭീതിയുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഇപ്പം കാട് മൂടിയ പ്രദേശങ്ങളിൽ കാട് വെട്ടി വൃത്തിയാക്കാൻ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും പുലിയുടെ സാന്നിധ്യം ബോധ്യപ്പെട്ട സ്ഥിതിയിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും. വനം വകുപ്പിന്റെയും RRT ലൈവ് ക്യാമറ സംവിധാനം എന്നിവ നടപ്പിലാക്കാനും അഭിപ്രായ രൂപീകരണത്തിലൂടെ തീരുമാനമെടുക്കാൻ ശ്രമിക്കുമെന്നും കാളികാവ് റേഞ്ച് ഓഫീസർ PT മുബഷിർ പറഞ്ഞു. വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൂട് വെച്ചോ മയക്കുവെടി വെച്ചോ പുലിയെ പിടികൂടുന്നതിന് എപ്പോൾ വേണമെങ്കിലും പോലീസ് തയ്യാറാണെന്ന് പൂക്കോട്ടുംപാടം പോലീസ് സബ് ഇൻസ്പെക്ടർ ജെയ്സ് ജോണി പറഞ്ഞു. തോട്ടങ്ങളിൽ കാടുമൂടി കിടക്കുന്നത് വന്യമൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതാണ്. അതിനാൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തരിശുഭൂമിയിൽ വിവിധ കൃഷികൾ നടത്തുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് അമരമ്പലം കൃഷി ഓഫീസർ K ഷിബില പറഞ്ഞു. യോഗത്തിൽ കാളികാവ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കേമ്പിൽ രവി, ചക്കിക്കുഴി ഡെപ്യൂട്ടി ഓഫീസർ KP അഭിലാഷ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ് സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം K രത്നകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.